നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് കൃത്യമായ സ്വാഗതം. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്, നമുക്കറിയാം, ഇന്ന് സോഷ്യൽ മീഡിയയിലും പ്രധാനപ്പെട്ട മാധ്യമങ്ങളിലും വളരെ ചർച്ചാ വിഷയമായിട്ടുള്ള വിഷയമാണ് പോപ്പ് ഗായകനായ റാപ്പറായ ബേഡന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട വിഷയം. തീർച്ചയായും സമൂഹത്തിന് നൽകുന്നത് വളരെ, നമുക്കറിയാം, ബേഡൻ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ന്യൂജൻ ജനറേഷന് ഇടയിൽ വളരെയധികം സ്വാധീനമുള്ള വ്യക്തിയാണ്. അദ്ദേഹത്തെ ആരാധിക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രോഗ്രാം കാണാൻ ആയിരക്കണക്കിന് അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് ആളുകൾ പങ്കുചേരുന്നത് ദിനചര്യനെ നമ്മൾ വാർത്താ മാധ്യമങ്ങളിൽ കാണുന്നതാണ്. നമുക്കറിയാം, അദ്ദേഹത്തിന്റെ ഫാൻ ബേസ് വളരെ വലുതാണ്. അദ്ദേഹം ചെയ്തത് ഈ സമൂഹത്തിന് നിരക്കാത്ത കാര്യം തന്നെയാണ്. അദ്ദേഹം റിഹേഴ്സലിൽ പോകുന്നിടത്ത് നിന്നും 6 ഗ്രാം കഞ്ചാവുമായാണ് അദ്ദേഹത്തെ കേരള പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. അവിടെ അദ്ദേഹത്തിന് കൂടെ 9 പേരുണ്ടായിരുന്നു. ഈ 9 പേരെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ബേഡനാണ് ഇന്ന് സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ബേഡൻ ഉയർത്തുന്ന രാഷ്ട്രീയവും ബേഡൻ ഉയർത്തിപ്പിടിക്കുന്ന കാഴ്ചപ്പാടും എന്താണെന്നുള്ളത് ഈ സമൂഹത്തിലെ ഓരോരുത്തർക്കും എന്നെക്കാൾ വളരെ നന്നായി അറിയാം. തീർച്ചയായും ബേഡൻ ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. ആമുഖമായി തന്നെ സൂചിപ്പിക്കട്ടെ, ജനങ്ങൾക്കിടയിൽ ഇത്രയും സ്വാധീനമുള്ള ബേഡനെ പോലെ ഒരാൾ, അതായത് സമൂഹത്തിന് നല്ലത് പറഞ്ഞു കൊടുക്കുന്ന അദ്ദേഹത്തിന്റെ പ്രോഗ്രാമിനിടയിൽ പോലും സിന്തറ്റിക് ഡ്രഗ് ഉപയോഗിക്കരുതെന്നും അത് നമ്മെ മനുഷ്യനെന്ന നിലയിൽ നമ്മുടെ മാനസിക നില തെറ്റിക്കുമെന്നും അമ്മയെയും അച്ഛനെയും പരസ്പരം കണ്ടാൽ തിരിച്ചറിയാൻ സാധിക്കില്ല എന്ന് പോലും സമൂഹത്തിന് അദ്ദേഹത്തിന്റെ പ്രോഗ്രാം കാണാൻ വരുന്നവർക്ക് പറഞ്ഞു കൊടുക്കുന്ന ബേഡന്റെ അടുക്കൽ നിന്നും ഇങ്ങനെ ഒരു തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ബേഡ നീ തീർച്ചയായും അത് തിരുത്തേണ്ടതാണ്, തിരുത്തി മുന്നോട്ട് പോകേണ്ടതാണ്. താങ്കളെ പോലുള്ളവരെ ഈ സമൂഹത്തിന് ആവശ്യമാണ്. ഈ ഒരു ഭാഗം മാറ്റിവെച്ചാൽ പ്രധാനമായും ഈ ഒരു വീഡിയോയിൽ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, നമുക്കറിയാം, ബേഡന്റെ ഗാനങ്ങളിൽ നമ്മുടെ മനസ്സിൽ ചീറിയിട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വരിയാണ് വിയർപ്പ് തുന്നിയിട്ട കുപ്പായം എന്നുള്ളത്. നമുക്കറിയാം, അദ്ദേഹത്തിന്റെ ജീവിത ചരിത്രം അറിഞ്ഞവർക്ക് അദ്ദേഹത്തിന്റെ ജീവിതവുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു ഈ ഒരു വീട് എന്നുള്ളത് ഓരോരുത്തർക്കും അറിയാം. അത്രയും കഷ്ടപ്പാട് സഹിച്ചാണ് ബേഡൻ ഈ ഏതൊരു നിലയിൽ എത്തിയിട്ടുണ്ടോ അതിന് മാത്രം കഷ്ടപ്പാട് സഹിച്ചുകൊണ്ട് തന്നെയാണ് ബേഡൻ മുന്നോട്ട് വന്നിട്ടുള്ളത്. പ്രിയമുള്ളവരെ, ഈ വീഡിയോയിൽ ഞാൻ പ്രധാനമായും പറയാൻ ആഗ്രഹിക്കുന്നത്, ബേഡന്റെ ഈ ഒരു വിയർപ്പ് തുന്നിയിട്ട കുപ്പായം എന്ന ഇദ്ദേഹത്തിന്റെ ഐക്കോണിക് വരിയെ ഒരു അധമ മാധ്യമ പ്രവർത്തകരായ ഏഷ്യാനെറ്റ് ന്യൂസ് എന്നല്ല ശരിക്കും അവരെ വിളിക്കേണ്ടത്, ഏഷ്യാനെറ്റ് ന്യൂസ്, അവർ കൊടുത്തിട്ടുള്ളത് കഞ്ചാവ് തുന്നിയിട്ട കുപ്പായം എന്നാണ്. ഒരു ഗായകനെ അധിക്ഷേപിക്കാൻ കേവലം 6 ഗ്രാം കഞ്ചാവുമായാണ് അദ്ദേഹത്തെ പിടികൂടിയിട്ടുള്ളത്. അതും 9 പേരടങ്ങുന്ന സംഘത്തെയാണ് 6 ഗ്രാം കഞ്ചാവുമായി പിടികൂടിയിട്ടുള്ളത്. ഈ ഒരു സംഭവത്തെ അദ്ദേഹത്തിന്റെ ജീവിതം, അദ്ദേഹം ഇന്ന് സമൂഹത്തിൽ പടത്തുയർത്തിയ സകല പ്രവർത്തനങ്ങളെയും റദ്ദു ചെയ്യുന്ന രീതിയിൽ കഞ്ചാവ് തുന്നിയിട്ട കുപ്പായം എന്ന ശീർഷകത്തിൽ ഒരു ക്യാപ്ഷൻ കൊടുക്കാൻ ഏഷ്യാനെറ്റ് പോലെ മലയാളത്തിൽ തലയെടുപ്പുള്ള 1ാമത്തെ ചാനൽ എന്ന് പറയുന്ന ഏഷ്യാനെറ്റ് പോലുള്ള ചാനലിന് എങ്ങനെ സാധിക്കുന്നു എന്നുള്ളത് ഇന്ന് സമൂഹത്തിൽ നിന്നും ഉയർന്നു വരുന്ന ഒരു ക്വസ്റ്റ്യനാണ്. കാരണം അദ്ദേഹത്തിന്റെ ജാതിയാണ്. കാരണം അദ്ദേഹം ഉയർന്ന ജാതികൾക്കെതിരെ പ്രതികരിക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹം ബേഡൻ എന്ന് പറയുന്നത് സമൂഹത്തില് താഴ്ന്നു കിടക്കുന്ന അല്ലെങ്കിൽ സമൂഹത്തിൽ അടിച്ചമർത്തപ്പെട്ട ഒരു സമൂഹത്തിന്റെ വാക്കാണ്. നമുക്കറിയാം, ബേഡൻ ഉയർത്തിപ്പിടിക്കുന്നത് അംബേദ്കർ രാഷ്ട്രീയമാണ്. കോൺസ്റ്റിറ്റ്യൂഷന്റെ പിതാവായ അംബേദ്കർ ഉയർത്തിപ്പിടിച്ച രാഷ്ട്രീയമാണ് ബേഡൻ ഉയർത്തിപ്പിടിക്കുന്നത്. ആ രാഷ്ട്രീയത്തെ ഇല്ലായ്മ ചെയ്യാൻ ഇവിടുത്തെ സംഘപരിവാറും അതുപോലെ തന്നെ വലതുപക്ഷ മാധ്യമങ്ങളും ശ്രമിക്കുമ്പോൾ അതിന് കുടപിടിക്കുന്ന പരിപാടിയാണ് ഏഷ്യാനെറ്റിന്റെ പക്കൽ നിന്നുണ്ടായിട്ടുള്ളത്. നിങ്ങൾ ഈ വീഡിയോയിൽ ഇപ്പോൾ ഈ കാണുന്നത് ഏഷ്യാനെറ്റിന്റെ ഇന്ത്യൻ മുഖ്യധാര അവതാരകളിൽ ഒരാളായ അബ്ജോദാണ്. അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ പ്രൊഫൈലിൽ ഇട്ട പോസ്റ്റുകളാണ് ഇത് എല്ലാം തന്നെ. അദ്ദേഹം ഈ സമൂഹത്തിന് നൽകുന്ന സന്ദേശം എന്താണ്? കഞ്ചാവിന് മുകളിൽ മദ്യക്കുപ്പികൾക്കിടയിലാണ് അദ്ദേഹം കിടക്കുന്നത്. ഇത് സമൂഹത്തിന് നല്ല സന്ദേശമാണ് നൽകുന്നത്. സ്വന്തം സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന ഇതുപോലുള്ള നിങ്ങളുടെ മുഖ്യധാര മാധ്യമങ്ങളിൽ, നിങ്ങളുടെ മാധ്യമ പ്രവർത്തകരിൽ ഒരാളായ ഈ അബ്ജോദ് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത ഫോട്ടോയാണത്. ഇത് സമൂഹത്തിന് നൽകുന്ന സന്ദേശം എന്താണ്? നല്ല സന്ദേശമാണ്. സ്വന്തം വീട്ടിലെ കാര്യം തീർത്തിട്ട് പോരെ ഇതുപോലുള്ള മറ്റുള്ളവരെ നന്നാക്കാൻ. പ്രിയപ്പെട്ട ഏഷ്യാനെറ്റ്, നിങ്ങൾക്ക് അറിയാം, ബേഡന്റെ ഈ വളർച്ചയിലും ഈ താഴ്ന്ന ജാതിയിൽപ്പെട്ട ബേഡൻ ഇതുപോലെ ഉയർന്നു വന്നതിലും ബേഡൻ പറയുന്ന രാഷ്ട്രീയത്തിലുമൊക്കെ പക്ഷെ നിങ്ങൾക്ക് ഒരുപക്ഷെ വിയോജിപ്പുണ്ടായിരിക്കാം. പക്ഷെ ആ വിയോജിപ്പിനെ രേഖപ്പെടുത്തേണ്ട രീതി ഇതല്ല, മറിച്ച് സത്യസന്ധമായി
ആ വിയോജിപ്പുകളെ സമൂഹത്തിന് മനസ്സിലാകുന്ന രീതിയിൽ നല്ല വാക്കുകൾ ഉപയോഗിച്ച് വേണമെങ്കിൽ വിമർശിക്കാൻ, അല്ലാതെ കഞ്ചാവ് തുന്നിയിട്ട കുപ്പായം എന്ന നിങ്ങളുടെ ആ മാനസിക രോഗം പിടിച്ച ആളുകൾ ചെയ്തു കൂട്ടുന്ന ഈ പരിപാടി നിങ്ങൾ നിർത്തേണ്ടതാണ്. ഇതുപോലെ എത്ര പ്രമുഖരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ട് അവർക്കെതിരെ നിങ്ങൾ തിരിയുന്നില്ല? അവരുടെ ജാതി വേറെ ആയതുകൊണ്ടാണോ? ഞാൻ ഈ വിഷയത്തെ അധികം വേറൊരു കോൺടെക്സ്റ്റിലേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ല. എന്നിരുന്നാലും ഏഷ്യാനെറ്റ് ചെയ്തിട്ടുള്ളത് തെമ്മാടിത്തരമാണ്. അത് നിങ്ങൾ തിരിച്ചറിയണം. അത് പിൻവലിച്ച് സമൂഹത്തോടും വേദനയോടും മാപ്പ് പറയാൻ നിങ്ങൾ തയ്യാറാകണമെന്ന് മാത്രമേ ഈ വീഡിയോയിൽ വിധിക്കുന്നുള്ളൂ. എന്നിരുന്നാലും ഈ ഏഷ്യാനെറ്റ് ഈ കൊടുത്ത കഞ്ചാവ് തുന്നിയിട്ട കുപ്പായം എന്ന ശീർഷകത്തിനെതിരെ സമൂഹത്തിന്റെ വിവിധ കോണുകളിൽ നിന്നും വളരെയധികം രൂക്ഷമായ വിമർശനങ്ങളാണ് ഉയർന്നു വരുന്നത്. സാധാരണ ജനങ്ങളും ഇതിനെതിരെ പ്രതികരിക്കണം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. ഇതുവരെ നന്ദി, നമസ്കാരം.